ഹലോ, ഇന്നും ഞാൻ അതേ ഡിസ്പോസിബിൾ കപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ കാണിക്കുന്നത് പോലെ നമുക്ക് ആ വൈറ്റ് കളർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. പിന്നെ ഈ കപ്പിൽ 2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി ഒരു വര വരച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു അളവിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ നമ്മളൊരു ഇതളുകളായി കട്ട് ചെയ്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇന്ന് എന്താണ് ഉണ്ടാക്കാമെന്ന് മനസ്സിലായോ? പിന്നെ ഈ ഒരു സ്റ്റെപ്പാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് കേട്ടോ. നമ്മൾ ഇത് വെച്ചിട്ടൊരു കൊട്ട പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായ ഏകദേശം അതേ ഒരു മോഡലൊക്കെ തന്നെയെങ്കിലും ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് നോക്കി വെക്കാം. ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് വീഡിയോ നോക്കുന്നതാണ്. പിന്നെ ജസ്റ്റ് അൽക്കുറത്ത് പരിപാടിക്ക് വേണ്ടി 2 സ്കെച്ച് കൊടുത്ത് വന്നിട്ട് അവിടെയൊക്കെ കുത്തൊക്കെ ഇട്ട് ശരിയാക്കി. പിന്നെ ഒരു റിബണും കെട്ടിക്കൊടുത്ത് പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയൊരു ഫ്ലവറും വെച്ച് കൊടുത്ത്. അപ്പോൾ ഒരെണ്ണം ബട്ടർഫ്ലൈയും ഒരെണ്ണം ഫ്ലവറിലാണ് ഉണ്ടാക്കിയിട്ട് തൊപ്പിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ. ഹലോ, ഇന്നും ഞാൻ ഡിസ്പോസിബിൾ ക്ലാസ് ആയിട്ടാണ് വന്നിട്ടുള്ള. ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ വേറെ സൗണ്ട് കേൾക്കാനുള്ള സാധ്യതയുണ്ട്, ക്ഷമിക്കാം. രീതിയിൽ കാണിക്കുന്നത് പോലെ ആ വൈറ്റ് ഭാഗം ഉണ്ടല്ലോ, കട്ടിയുള്ള ഭാഗം, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കട്ടെ, കളയരുത്. പിന്നെ ഒരേ അളവിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കാം. ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോണെന്ന് മനസ്സിലായോ? ഇങ്ങനെ ആക്കിയപ്പോൾ നല്ലൊരു ഭംഗി തോന്നി. കുറച്ച് അതും വെച്ച് കളിക്കാനിരുന്നു കേട്ടോ. ഈ സ്റ്റെപ്പാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഒരു ഇതെടുത്തിട്ട് മറ്റൊരു ഇതളിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. അത് ഞാൻ പറയുന്നതിനാട്ടി നല്ലത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ കളയാൻ നിറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതെടുത്ത് ഇതേപോലാണ്ട് വെച്ച് കൊടുക്കാം. അത്രേ ഉള്ളൂ. സംഭവം നല്ല രസമുണ്ട്. ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. താങ്ക് യു. ഹലോ, ഇന്നും ഞാൻ ഡിസ്പോസിബിൾ ക്ലാസ് വെച്ച് തന്നെയാട്ടെ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. ഇതിനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഡിസ്പോസിബിൾ ക്ലാസ് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. ഇതെങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സക്സസ് ആവുമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇതേ ഒരു ക്യൂട്ട്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണും മൂക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയിലേ കാണാൻ. പിന്നെ ഇതേ നമ്മൾ ജസ്റ്റ് ഒരു ഷേപ്പൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയോ ടൂത്ത് പിക്കോ ഉപയോഗിച്ച്